സമുദ്രതീരത്തിലെ അംഗമായ പത്മിനി പൈ ടീച്ചർ നവതിയുടെ നിറവിൽ വിപുലമായി ആഘോഷിച്ച് സമുദ്രതീരം. നവതിയിലേക്കെത്തിയ പത്മിനി പൈ ടീച്ചറുടെ പിറന്നാൾ വിപുലമായ രീതിയിലാണ് സമുദ്രതീരത്ത് ആഘോഷിച്ചത്. പ്രത്യേകം സംഘടിപ്പിച്ച ചടങ്ങിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് ആമുഖ പ്രഭാഷണം നടത്തി. സമുദ്രതീരം രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 5 വർഷം പിന്നിടുവാൻ പോവുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ ഒട്ടനവധി അച്ഛന്മാർ ഇവിടെ താമസിക്കുകയും താമസിച്ച ശേഷം അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധുക്കളെ കണ്ടെത്തി തിരികെ താമസിപ്പിക്കുവാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. ഇന്ന് ഒരു വിശേഷ ദിവസം കൂടി ഇവിടെ കടന്നു പോവുകയാണ്. അമ്മമാരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള 90 വയസ്സ് തികയുന്ന ഒരു അമ്മയോട് കൂടി നമുക്ക് ഈ കുടുംബത്തിൻ്റെ കിട്ടിയിരിക്കുകയാണ്. അമ്മ വന്നിട്ട് കുറേ നാളുകളായെങ്കിലും പ്രായത്തിനപ്പുറം അധ്യാപിക എന്നൊരു അധ്യാപികയ്ക്ക് അപ്പുറം എന്ന് വേണം പറയാൻ. ഇവിടുത്തെ ചാത്തന്നൂർ സ്കൂളിലും ചെറക്കര സ്കൂളിലും പൂതക്കുള സ്കൂളിലും അടുത്ത പ്രദേശങ്ങളിൽ ആ അധ്യാപകരുടെ ജീവിതം ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായി കഴിയുകയാണ്. അമ്മ ഇവിടെ എത്തുവാനും അമ്മയെ നമുക്ക് വേണ്ടി നൽകുവാനും കഴിഞ്ഞത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ സിന്ധു ഉദയനാണ്. അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ആ അമ്മയെ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, ആ അമ്മ ഇത്രകാലം സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുവാനും അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നത് ആ പഞ്ചായത്ത് അംഗത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണെന്ന്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ മെമ്പർ വിചാരിച്ചില്ലെങ്കിൽ അമ്മ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ അമ്മയുടെ സ്വന്തം വീടിൻ്റെ മൂലയിലോ താമസിച്ച് ഒരു ജീവിതം ഇല്ലാതായി മാറുമായിരുന്നു. ഇന്ന് ഈ അമ്മയെ ഞങ്ങളുടെ അമ്മയെക്കാളും സന്തോഷമായിട്ടാണ് സംരക്ഷിച്ചു വരുന്നത്. 90 വയസ്സെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ 90 വയസ്സ് തേയ്ക്കുന്ന പോലും നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. എന്നാൽ അച്ഛന്മാരിൽ 99 വയസ്സായ അച്ഛനും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 9 തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ കൂട്ടുകുടുംബത്തിനുള്ളിൽ ഒരു പ്രായമില്ല. 38 വയസ്സ് മുതൽ 99 വയസ്സുള്ള അച്ഛന്മാരമ്മമാരും ഇവിടെ സന്തോഷമായിട്ടാണ് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കഴിഞ്ഞു പോകുന്നത്. ഞാൻ ഈ കാര്യം പറയുമ്പോഴും കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഒരു അധ്യാപകൻ്റെ വീട്ടിൽ, അതായത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ വീട്ടിൽ എന്നെ അങ്ങോട്ട് ക്ഷണിച്ച് അവിടെ എത്തുവാനിടയായി. ഞാൻ ചെല്ലുമ്പോൾ ആ അധ്യാപകൻ കമിഴ്ന്ന് കിടക്കുകയാണ് ഒരു കട്ടിലിൽ. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എന്നെ വിളിച്ചു വരുത്തിയത് ആ അധ്യാപകൻ്റെ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ആ വീട്ടിലേക്ക് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഈ അധ്യാപകൻ. ഞാനും എൻ്റെ കുടുംബമായിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൻ്റെ മുന്നിലേക്ക് പോയതെങ്കിലും ഞാൻ മാത്രമേ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്,
ആ അധ്യാപകനെ കൂടി നമ്മൾ ഇങ്ങോട്ടത്തേക്ക് എടുക്കണമെന്നാണ് സൂചിപ്പിച്ചത്. ഒരു സഹോദരിയുടെ സംരക്ഷണത്തിൽ മാത്രം കഴിഞ്ഞു പോകുന്ന ആ അധ്യാപകനെ അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ആ അധ്യാപകൻ കിടപ്പിലായപ്പോൾ അവർക്കൊന്ന് തിരിച്ചു കിടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇവിടേക്ക് എടുക്കണമെന്ന് സൂചിപ്പിച്ചത്. ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമുദ്രതീരത്തിൽ കൊണ്ട് പാർപ്പിക്കുവാൻ ഇടയായാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു പോകുന്ന ആളുകൾ ചോദിക്കും, കേൾക്കുന്ന എനിക്കും ചിലപ്പോൾ മനസ്സിനൊരു വിഷമം തോന്നും, ഇത്രയും സമ്പത്തുള്ളൊരു വീട്ടിലെ അംഗത്തെ ഞാൻ ഏറ്റെടുക്കണോ എന്ന് പോലും ചോദിച്ചു പോകും. അതിനുപരി നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഈ കാണുന്ന ആളുകൾ ചോദിക്കും, ഇത്രയും പൈസ ഉണ്ടായിട്ട് ഈ അനാഥാലയത്തിൽ കൊണ്ട് തള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് കൂടി ചോദിക്കും. അതിലും നല്ലത് നമുക്കൊരു ഹോം നേഴ്സിനെ ആക്കി ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാണ്, എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ വീട്ടിലുള്ളൂ എന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, പുറകിൽ കാണുന്ന കളിയിൽ നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് അവിടേക്ക് താമസിപ്പിച്ചുകൊണ്ടൊരു ഹോം നേഴ്സിനെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ യാദർച്ഛികമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവിടെ വന്ന് പെട്ടേനെ, അല്ലെങ്കിൽ ഞാൻ കാണുവാൻ ഇടയായില്ലെങ്കിൽ മറ്റൊരു അനാഥാലയത്തിലേക്ക് പോകുവാൻ ചിലപ്പോൾ ഇടയായേന. ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാം. ഇവിടെ പൈസയുള്ള സമ്പത്തുള്ള ഒരുപാട് ആളുകൾ ഈ സമുദ്രത്തിൽ വന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവരെ കുടുംബത്തിലേക്ക് തിരികെ വിട്ടിട്ടുള്ളത്. ഈ താമസിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് പോലും ഒരു സമ്പത്തും വാങ്ങാതെയാണ് ഈ സ്ഥാപനം ഇന്ന് പ്രവർത്തിച്ചു പോകുന്നത്. അതിനിടയിലും ഇങ്ങനൊരു ദിവസം നമുക്ക് സന്തോഷത്തോടു കൂടി ഇന്ന് കഴിഞ്ഞു പോവാൻ പല സുമനസ്സുകളെയും സഹായത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ നടന്നു പോകുന്നത് പോലും. കാരണം പുതിയൊരു മന്ദിരം പണിയണമെന്ന ആവശ്യം വന്നപ്പോൾ, സർക്കാരിൻ്റെ ഒരു നിയമം വന്നപ്പോൾ പോലും എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇവിടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോഴും അവർ കൈനീട്ടി അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. 42 ലക്ഷം രൂപയാണ് ഇന്ന് ജനങ്ങൾ എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത്. 3.5 കോടി രൂപയാണ് പുതിയ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ ചിലവാകുന്നത്. അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പണികൾ പുരോഗമിച്ച് നിൽക്കുന്നെങ്കിലും ഇനിയും ഒരു 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ പണി പൂർത്തീകരിച്ച് അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്രയാസത്തിലും ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് അതിലേക്ക് കയറുവാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് അച്ഛന്മാർ വന്നുപോയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചെങ്കിലും ചില നിയമ പോരാട്ടങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ചില ബന്ധുക്കളുടെയും മക്കളുടെയും പേരുകൾ ഞങ്ങൾ കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനം മുൻപോട്ട് പോകുന്നത്. മറ്റ് അനാഥാലയങ്ങളിൽ വ്യത്യസ്തമായി ഈ സ്ഥാപനം മുൻപോട്ട് പോകുമ്പോഴും ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു കുറവും ഞങ്ങൾ വരുത്താറില്ല. യഥാർത്ഥത്തിൽ ഞാനിതിൻ്റെ സമ്പത്ത് മുടക്കുന്നെങ്കിലും ഇത് ഞാനല്ല ഇത് നടത്തുന്നത്. ഇവിടെ 12ഓളം സ്റ്റാഫുകളുണ്ട്. അവരുടെ സംരക്ഷണത്തിലും തണലുമാണ് ഈ അച്ഛന്മാരെയും അമ്മമാരെയും സംരക്ഷിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ മുൻപോട്ട് പോകുന്നത് എന്ന് എനിക്ക് പറയുവാൻ കഴിയും. ഇന്ന് ഈ 90 വയസ്സ് തികയുന്ന അധ്യാപിക ഇവിടെ വന്നതിന് ശേഷം തന്നെ ചെറക്കര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളിൽ കൊണ്ടുപോയി വലിയൊരു ആദരവ് നൽകുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചാത്തന്നൂർ സ്കൂളിൽ അമ്മയോടൊപ്പം പഠിപ്പിച്ചിരുന്ന അധ്യാപകർ ഇവിടെ എത്തുകയും ആ അധ്യാപികയുടെ സ്നേഹത്തിന് അവരും ആദരവുകൾ നൽകുകയുണ്ടായി.
അങ്ങനെ ഒട്ടനവധി സുമനസ്സുകൾ ഇവിടെ വരികയും അധ്യാപക ദിനത്തിൽ പോലും ഈ അമ്മയെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുവാൻ ഓരോ വ്യക്തികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും അമ്മയായി സ്നേഹത്തോടു കൂടി പറയുവാൻ കഴിയും. ടീച്ചറമ്മ എന്ന ഒരു വാക്കുകൊണ്ട് ആ അമ്മയ്ക്ക് സ്നേഹം നൽകുവാൻ ഇവിടുത്തെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിശിഷ്ട വ്യക്തിയായി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രണവം സംഗീത വിദ്യാലയത്തിൻ്റെ അധ്യാപകനും അതിനുപരി സിനിമയുടെ പിന്നണി ഗായകനും സംഗീതജ്ഞനും കൂടിയായ പ്രണവം മധുസാറാണ് നമ്മളെ ഇന്നത്തെ വിശിഷ്ട ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. അതിനുപരി ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായ സിന്ധു ഉദയൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവരുടെ ഒരു സുമനസ്സ് കൊണ്ടാണ് ഈ അമ്മ ഇന്ന് സ്നേഹത്തോടു കൂടി ഈ തണലിൽ കഴിയുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം ഞങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മനസ്സിന് ഉടമ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ അമ്മ സന്തോഷത്തോടു കൂടി കഴിയുന്നത്. ആഘോഷ ചടങ്ങ് പ്രണവം മധു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്നത് ഒരു പുണ്യമാണ്. കാരണം അതിൽ ഏറെ ശ്രേഷ്ഠമായ ഒരു അമ്മ മനസ്സും ഒരു അച്ഛൻ്റെ മനസ്സുമുണ്ട്. എങ്ങനെ നമ്മളൊക്കെ ശ്രേഷ്ഠരാകുന്നു? ഏത് മനുഷ്യനും ഏത് ജീവജാലവും കൊതിക്കുന്ന ഒരു വികാരമുണ്ട്, സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് കിളിയായാലും കാക്കയായാലും പട്ടിയായാലും പൂച്ചയായാലും നമ്മൾ സ്നേഹത്തോട് കൊടുക്കുന്ന പരിചരണത്തിന് നന്ദിയുള്ളവരായി നമ്മളോട് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതും നമ്മളോട് ചേർന്നിരിക്കുന്നതും. സ്നേഹം കൊതിക്കാത്ത ജീവജാലങ്ങളല്ല, ചെടിയിലോട് പോലും നമ്മൾ സ്നേഹം കാണിച്ചാൽ അത് പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്നേഹം കൊണ്ട് മാത്രം ഇത്രയും സമ്പൽ സമൃദ്ധമായ ഈ സ്നേഹാലയത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രേഷ്ഠരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ശ്രേഷ്ഠത തന്നെയാണ് നമ്മുടെ ഒക്കെ സമ്പത്ത്. ബാക്കി ജീവിത സാഹചര്യങ്ങളിൽ എന്തൊക്കെയോ വന്നുപോയി, അല്ലെങ്കിൽ ജീവിതയാത്രയിൽ ഏതൊക്കെയോ ഇടവഴികളിലൂടെയും അല്ലെങ്കിൽ കൈവഴികളിലൂടെയും നടന്നു വന്നപ്പോൾ എന്തൊക്കെയോ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിച്ചു. അത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ശ്രേഷ്ഠത അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അമ്മ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ഒരമ്മയാണ്. ഒപ്പം ഈ അച്ഛനും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടോ എന്നുള്ള കണക്കിലല്ല, നവതി ആഘോഷങ്ങളെ അങ്ങനെയാണ് കാൽപ്പനികമായി നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ അമ്മ ജീവിക്കുന്നത് 100ഓളം പൂർണ്ണചന്ദ്രൻ്റെ ഇടയിലാണ് എന്നുള്ളത് തന്നെയാണ് ആ അമ്മയുടെ, ആ അധ്യാപികയുടെ, ആ ടീച്ചറിൻ്റെ, എത്രയോ കുരുന്നുകൾക്ക് ജീവിതത്തിൻ്റെ പ്രകാശം കാട്ടിക്കൊടുത്ത ഈ അധ്യാപികയുടെ, ഈ അമ്മയുടെ ഈ മനസ്സ്. ഇവിടെ ഇപ്പോൾ റൂവലിനെ കുറിച്ച് പറയാതെ ഒരിക്കലും ഒരു സമുദ്രയുടെ വേദിയിൽ നിന്ന് മാറാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറയും, ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ കാലങ്ങളിൽ, ഓരോ വേഷങ്ങളിൽ, അല്ലെങ്കിൽ ഓരോ വേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാടിൻ്റെ വ്യത്യാസം അനുസരിച്ചുള്ള വേഷത്തെയാണ് ഉദ്ദേശിച്ചത്. ഓരോ വിശിഷ്ട വ്യക്തികൾ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് വിഭിന്നമായ വ്യക്തിത്വമുള്ളവർ ജനിക്കാറുണ്ട്. അവർ പലപ്പോഴും പല ആധ്യാത്മിക ചൈതന്യം അല്ലെ വേഷങ്ങളിലോ ചൈതന്യങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിലത് അങ്ങനെ ഉണ്ടാവാറില്ല. ഈ നാടിലെ ഒരു വിശേഷപ്പെട്ട വ്യക്തിത്വമാണ് റൂവൽ. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അപ്പുറമാണ് റൂവലിൻ്റെ ചിന്തയും പ്രവൃത്തിയും. അതിനോടൊപ്പം തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തെ കെട്ടുക എന്ന് വെച്ചാൽ അതൊരു നിയോഗമാണ്. ഈ കാലങ്ങളിൽ വിപുലമായ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ആശങ്കകളോടെ ഭാവിയെ നോക്കിക്കാണുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക്, ഈ നാടിന് ഇങ്ങനെയൊരു സ്നേഹത്തണലിൽ വിരിക്കാൻ ഒരു നിയോഗമായി ഒരു കുടുംബത്തെ നമ്മളൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു ദൈവനിയോഗമായി മാത്രം കാണാനേ കഴിയുള്ളൂ. ആ റൂവലിൻ്റെ ആ കരുതലും സ്നേഹവുമാണ് ഇത്രയും മനുഷ്യ മനസ്സുകളെ ശ്രേഷ്ഠമായി ഇന്ന് നിലനിർത്താൻ കഴിയുന്നത്. ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ഒരുപാട് വർത്തമാനം പറയണമെന്നുണ്ട്. പക്ഷേ
നമ്മൾ പറയുന്ന വർത്തമാനങ്ങളെക്കാളും ഞാനൊരു പാട്ടല്ല, ഒരു കവിത ചൊല്ലാം. അമ്മ എന്ന് പറയുന്നത് സ്നേഹം പോലെ ഒരു പൊതുവികാരമാണ്. എൻ്റെ അമ്മയോ നിൻ്റെ അമ്മയോ നിങ്ങളുടെ അമ്മയല്ല. അമ്മ സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, മനസ്സിൻ്റെ വികാരം എന്നല്ല, അമ്മ എന്നൊരു വികാരമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഇത്രയും റീച്ച് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇത്രത്തോളം താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന പദങ്ങൾ വളരെ കുറവാണ്, അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ അമ്മയെക്കുറിച്ച്, എൻ്റെ അമ്മയെക്കുറിച്ച്, ഓരോ അമ്മയെക്കുറിച്ചും, ഞാൻ കാണുന്ന അമ്മമാരെക്കുറിച്ച്, കാണാത്ത അമ്മമാരെക്കുറിച്ച്, എല്ലാ അമ്മമാരെക്കുറിച്ചും എൻ്റെ മനസ്സിലുള്ള ഓർമ്മകളാണ് ഈ അമ്മ. ഞാൻ കവിത ചൊല്ലാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണങ്ങൾ, നമ്മൾ ഇന്ന് പല വില കൂടിയ പെർഫ്യൂമൊക്കെ തേടി നമ്മൾ മണത്തിന് വേണ്ടി പോകാറുണ്ട്. പുതിയൊരു മണം നമ്മൾ ആസ്വദിച്ചാൽ നമ്മൾ അന്വേഷിക്കും, അത് ബ്രാൻഡ് തിരക്കും, നമ്മൾ പോകും. അത് പുതിയ കാലത്തിൻ്റെ മണം ചേരലാണ്. പക്ഷേ നമുക്കൊക്കെ ഏറ്റവും ആസ്വദിച്ചൊരു മണം അമ്മയുടെ മണം. അമ്മ എങ്ങനെ നിന്നോട്ടെ, അമ്മയെ പുണരുമ്പോൾ കിട്ടുന്നൊരു മണം, അത് പല കണ്ടൻ്റ്. എൻ്റെ അമ്മയൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു മുക്കൂട്ടിൻ്റെ മണമാണ്. കാരണം എന്തിനും ഏതിനും ആശുപത്രിയിൽ പോകുന്നൊരു കാലഘട്ടമല്ല, എല്ലാത്തിനും ഔഷധം, ശാരീരികമായ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ഔഷധം മുക്കൂട്ടും, അല്ലെങ്കിൽ കരിപ്പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള ഔഷധങ്ങളിൽ മാത്രം ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ. അതുകൊണ്ട് അമ്മയൊക്കെ എപ്പോഴും അതിന് ആ മുക്കൂട്ടിനൊരു ഭയങ്കര സുഗന്ധമായിട്ട് ഇന്നും എനിക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വരച്ചിടുന്ന അമ്മയെ എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന 40-50 കഴിഞ്ഞ് എല്ലാവർക്കും ഈ ഞാൻ വരയ്ക്കുന്ന അമ്മയെ അടുത്തറിയാൻ പറ്റും. അമ്മ, അത് ഇന്ന് ഈ കവിത ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഓർമ്മയിൽ മൂവന്തി നേരത്ത് മുക്കൂട്ട് മണമുള്ള നാമം ജപിക്കലാണമ്മ. ഓർമ്മയിൽ മൂവന്തി നേരത്ത് മുക്കൂട്ട് മണമുള്ള നാമം ജപിക്കലാണമ്മ. രാവെട്ടമെല്ലാം അണഞ്ഞാലും ഉച്ചത്തിലൊച്ചയായി പെയ്യുന്ന വെട്ടമാണമ്മ. രാവെട്ടമെല്ലാം അണഞ്ഞാലും ഉച്ചത്തിലൊച്ചയായി പെയ്യുന്ന വെട്ടമാണമ്മ. പൂങ്കോഴി കൂകാൻ തുടങ്ങുന്നതിൻ മുമ്പടുക്കളയംഗം തുടങ്ങുന്നൊരമ്മ. പുലർകാല വന്ദനം നിറദീപമന്ത്രണം പലരംഗമൊരു വേഷമാടുന്നൊരമ്മ. പ്രാണന്റെ ശ്വാസം പകുത്തൂതിയൂതി അടുപ്പിൽ തിളപ്പിച്ചൊരന്നമാണമ്മ. ഗ്യാസൊന്നും ഇല്ലായിരുന്നു പഴയ കാലത്ത്. ഊതി പഴിപ്പിച്ച തീയിലാണ്, നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്നവർക്കാർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അന്ന് അടുപ്പിൽ ഊതി എരിപ്പിച്ചത് എന്താണ്? പ്രാണൻ്റെ ശ്വാസമായിരുന്നു. പ്രാണൻ്റെ ശ്വാസം പകുത്തൂതിയൂതി അടുപ്പിൽ തിളപ്പിച്ചൊരന്നമാണമ്മ. പാത്രം നിറച്ച് വിളമ്പും രുചിയുടെ പൊരുളിൻ്റെ പേരാണെനിക്കെന്നും അമ്മ. പാത്രം നിറച്ച് വിളമ്പും രുചിയുടെ പൊരുളിൻ്റെ പേരാണെനിക്കെന്നും അമ്മ. ഇച്ഛ പോലച്ഛനും കൃത്യമായി മക്കൾക്കുമെല്ലാം ഒരുക്കുന്നൊരിഷ്ടമാണമ്മ. ഇഷ്ടമെല്ലാം കൂട്ടി എങ്ങോ ഒളിപ്പിച്ച് വച്ചൊരു നഷ്ടക്കരുതലാണമ്മ. അമ്മയ്ക്കൊന്നും വേണ്ട, എല്ലാം പകുത്തു തരും. ഇഷ്ടമെല്ലാം കൂട്ടി എങ്ങോ ഒളിപ്പിച്ചു വച്ചൊരു നഷ്ടക്കരുതലാണമ്മ. രാവിൽ കിടക്കയിൽ സ്നേഹത്തലോടലാൽ കുളിരുന്ന സ്നേഹപ്പൊതിക്കെനിക്കമ്മ. രാവിൽ കിടക്കയിൽ സ്നേഹത്തലോടലാൽ കുളിരുന്ന സ്നേഹപ്പുതപ്പെനിക്കമ്മ. ഒരു മുത്തമായി സ്നേഹവിളിയായി തലോടലായി പൂമഴ പെയ്യുന്നൊരോർമ്മയാണമ്മ. ഒരു മുത്തമായി സ്നേഹവിളിയായി തലോടലായി പൂമഴ പെയ്യുന്നൊരോർമ്മയാണമ്മ. ചടങ്ങിൽ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു. ആമുഖ
പ്രഭാഷണത്തിനിടയിൽ റിവൽ സിംഗ് സൂചിപ്പിച്ച ഒരു വാക്യമാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. പഞ്ചായത്ത് ഭരണസമിതി അംഗം ആയ ശ്രീമതി സിന്ധു ഉദയൻ്റെ മുഖ്യമായ ഒരു ഇടപെടൽ കൊണ്ട് പത്മിനി ടീച്ചർ ഈ സ്ഥാപനത്തിൽ വന്നതിനെ ഒരു സൗഭാഗ്യമായി കണ്ടു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് പത്മിനി ടീച്ചർ സമുദ്ര തീരത്തിൽ വരുമ്പോൾ അതൊരു സൗഭാഗ്യമായി റിവൽ സിംഗിന് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും പത്മിനി ഒരു ഗുരുനാഥയാണ്, അധ്യാപികയാണ്. അധ്യാപിക അല്ലെങ്കിൽ ഗുരുനാഥ എന്ന ജോലി നിർവഹിച്ചവർ ജീവിതകാലം മുഴുവൻ ആ പേരിൽ അറിയപ്പെടുന്നവരാണ്. ജീവിതകാലം മുഴുവനും ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. അധ്യാപനം ഒരിക്കലും അവസാനിക്കുന്നില്ല, അതുപോലെ അധ്യയനവും അവസാനിക്കുന്നില്ല. ഞാൻ രക്ഷാകർതൃ സമിതികളിൽ രക്ഷാകർത്താക്കളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണോ പഠിച്ചത്, വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കാൻ ആരംഭിച്ചതിന് ശേഷമാണോ പഠിക്കുന്നത് എന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ് പഠിച്ചു തുടങ്ങുന്നത് എന്ന്. ഇപ്പോൾ പഠനം വിദ്യാലയത്തിൽ തുടങ്ങുന്നതേ ഉള്ളൂ, അത് തുടരുന്നത് ജീവിതത്തിൻ്റെ കാലത്തിലാണ്. ജീവിക്കാൻ ആരംഭിക്കുന്ന കാലഘട്ടത്തിന് ആത്മബലത്തോടെ ജീവിക്കണമെങ്കിൽ അവിടെ ആത്മീയ ഗുരുക്കന്മാരുണ്ടായിരിക്കണം. ആത്മീയ ഗുരുക്കന്മാർ സയൻസും സോഷ്യൽ സ്റ്റഡീസും ഗണിതവും പഠിപ്പിക്കുന്നവർ മാത്രമായിരിക്കില്ല. ഒരു വിദ്യാർത്ഥിയുടെ ആത്മാവിനെ തൊട്ടറിയുന്നവരായിരിക്കും. ഒരു കുട്ടി നാളെ എന്തായി തീരും എന്ന് ശാസ്ത്രീയമായ ബോധത്തോടെ കണ്ടെത്തുന്നവരായിരിക്കണം. അങ്ങനെ ആണ് സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നവരാണ് അധ്യാപകർ എന്ന പ്രവചനം ലോകത്തുണ്ടായത്. പാഠം പഠിപ്പിക്കുന്നവരെയല്ല അധ്യാപകർ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന ജീവിതകാലത്ത് വഴികാട്ടികളായി വഴിവെളിച്ചമായി മാറുവാൻ കഴിയുന്ന ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കുന്ന ജീവിത തത്വങ്ങൾ പാഠഭാഗങ്ങൾക്കിടയിലൂടെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന, കുട്ടിയുടെ മനസ്സറിയുന്ന, കുട്ടിയുടെ ജീവിതമറിയുന്ന, ചുറ്റുപാടറിയുന്ന, പശ്ചാത്തലമറിയുന്ന അവരാണ് ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാരെ പലരും മറക്കാറില്ല. ആ വിധത്തിൽ ജീവിച്ച ഒരു ഗുരുനാഥയെ തൻ്റെ സ്ഥാപനത്തിൽ കുറച്ചു കാലം ഒരുമിച്ച് കൂടെ പാർക്കാൻ അല്ലെങ്കിൽ പാർപ്പിക്കാൻ അവസരം കിട്ടിയതിലുള്ള ആ സാഹചര്യത്തെയാണ് റിവൽ സിംഗ് അങ്ങനെ സൗഭാഗ്യം എന്ന് പറഞ്ഞതിന് ഞാൻ കൽപ്പിക്കുന്ന അർത്ഥം. ആ പൂർവകാലത്ത് എല്ലാവർക്കും വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിൻ്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിൽ വഴിവിളക്ക് അണഞ്ഞുപോയി വഴിയിൽ ജീവിതം മുട്ടി നിൽക്കുന്ന ആ അവസ്ഥയിലാണ് ടീച്ചർ മാറുന്നത്. മറ്റുള്ളവർക്കെല്ലാം വെളിച്ചം പകർന്നു കൊടുക്കുമ്പോൾ സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികൾ പോലെ പിന്നീടുള്ള ജീവിതം, ടീച്ചറിൻ്റെ ജീവിതം അങ്ങനെ ആയിത്തീരുമായിരുന്നു. അവിടെ നിന്നാണ്
റുവൽ സിംഗ് അദ്ദേഹത്തിൻ്റെ ഈ തറവാട്ടിൽ കൊണ്ടുവന്നത് ഇത് അനാഥാലയമല്ല, ഇതൊരു കൂട്ടുകുടുംബമാണ്. സമുദ്രതീരം എന്ന ഈ കേന്ദ്രം ഒരിക്കലും അനാഥാലയമായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ഇവിടെ കൂട്ടായി കുറേ ആളുകൾ താമസിക്കുന്ന ഒരിടം, ആ ഇടത്തിലേക്ക് ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരുന്നത്, അനാഥാലയത്തിലേക്കല്ല. അങ്ങനെ എത്തിച്ചേർന്ന ടീച്ചറിന് ഞാൻ ഇന്നും സംസാരിക്കുമ്പോൾ യാതൊരു നിരാശയും ടീച്ചറിൻ്റെ മനസ്സിലില്ല. ഞാൻ എൻ്റെ തറവാട്ടിൽ വെച്ച് എൻ്റെ മക്കളോടൊപ്പം പേരക്കുട്ടികളോടൊപ്പം ഒക്കെ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദം ടീച്ചറിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ചില അലകൾ അടുത്തിരുന്നു കൊണ്ട് എനിക്ക് അനുഭവിക്കാനും കേൾക്കാനും കഴിഞ്ഞു. ഞാനതിനാണ് കുറച്ച് നേരം ടീച്ചറുടെ അടുത്തിരുന്നത്. എന്താണ് മനസ്സിൻ്റെ ഭാവം, എന്താണ് ആ ഉള്ളിൽ എന്ന്. അച്ഛന്മാർ ഉള്ളുകൊണ്ട് തേങ്ങുന്നത് ചില മക്കൾ അറിയും, ചില മക്കൾ അറിയില്ല. എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ ഉള്ളു പിടയ്ക്കുന്നത് എന്ന്. അത് അച്ഛന്മാരോട് അടുത്ത് നിൽക്കുമ്പോഴാണ്. അങ്ങനെ അച്ഛന്മാരോട് അടുത്ത് നിൽക്കുന്ന മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ ഭാഗ്യവാന്മാരായിട്ട് മാറും. ഏതോ ജീവിതത്തിൻ്റെ വഴിയിൽ വെച്ച് അനാഥമായി പോകുന്ന ഒരു മനസ്സുമായി ടീച്ചർ എത്തിച്ചേരുന്നത് സനാഥമായ ഒരു സ്ഥലത്ത്. അവിടെ ടീച്ചർ സന്തോഷത്തോടെ 90ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിതസ്ഥിതിയുടെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അനുസരിച്ച് ഞങ്ങളൊക്കെ എത്ര കാലം വരെ ഉണ്ട് എന്ന് ആശങ്ക തോന്നും. 90 പോയിട്ട് ഏത് നിമിഷവും തീരാവുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇന്ന്. നാളെ അറ്റാക്കായിട്ട്, മറ്റന്നാൾ ക്യാൻസറായിട്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പെട്ടെന്നില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംസ്ഥാനമാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളം. അതുകൊണ്ട് ആയുസ്സിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്നിവിടെ ആർക്കും കഴിയില്ല. ഇന്നാണ് ജീവിതം, നാളെ ഇല്ല. ഇന്ന് എന്തുകൊണ്ട്, ഏത് രീതിയിൽ നമ്മളെ അടയാളപ്പെടുത്തുവാൻ പറ്റും, നമ്മുടെ ജീവിതം കൊണ്ട് ഞാൻ ആരായിരുന്നു എന്ന് ആരെങ്കിലും, ഒരു 10 പേരെങ്കിലും നാളെ സംസാരിക്കുവാൻ ഇടയുണ്ടാകുമോ എന്ന വിധത്തിൽ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന ആളുകൾ മനുഷ്യരായിട്ട് മാറും. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഞാൻ നമ്മുടെ റുവൽ സിംഗിലൂടെ കാണുന്നതും സന്തോഷിക്കുന്നതും. ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നു എന്ന് മാത്രമല്ല ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. എവിടെയോ വേനലിൽ ഇങ്ങനെ ഉരുകി നടക്കുമ്പോൾ തൊട്ടടുത്തൊരാൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ആ തണലിൽ ചെന്ന് നിൽക്കാൻ തോന്നുകയും ചെയ്യുന്ന വിധത്തിലാണ് എന്നെപ്പോലുള്ളവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരാളിനെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് പോലല്ല. ഏത് കാര്യങ്ങൾക്കും എവിടെ നിന്നും വിളിക്കുമ്പോൾ ആശ്വാസകരമായ വാക്കുകൾ പറഞ്ഞ് നമ്മളെ സാന്ത്വനിപ്പിച്ച് നിശ്ചിതമായൊരു പാതയിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വലിയ മനസ്സ്, എന്നാലൊരു കൊച്ചു മനുഷ്യൻ. ആ വലിയ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ എന്നെപ്പോലുള്ള ഞങ്ങൾ, ശ്രീകണ്ഠൻ സാർ ഉൾപ്പെടെയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയൊരാശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു അനാഥാലയത്തിൽ വന്നു പോകുന്ന അനുഭവമല്ല, ഒരു വലിയ ബൗദ്ധ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നു നിൽക്കുന്ന ഒരു സന്തോഷം, ആഹ്ലാദം. ആ ആഹ്ലാദം ഇന്ന് ടീച്ചറുടെ 90ാമത്തെ ജന്മദിനത്തിൽ നമ്മൾ ഹൃദയം തുറന്ന് ആഹ്ലാദിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളോടെല്ലാം ഞാൻ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഈ സ്ഥാപനം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നിൽ വല്ലാത്ത ത്യാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ചെയർമാൻ. നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ളൊരു മനസ്സ് ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ള ചിന്തയാൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ദിനം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം വരയിടുന്നു. തുടർന്ന് കേക്ക് മുറിക്കൽ ചടങ്ങ് നടന്നു. എല്ലാവരും പിറന്നാളുകാരിക്ക് കേക്കു നൽകി. സമുദ്രതീരത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും കേക്ക് വിതരണം ചെയ്തു.
ചാത്തന്നൂർ പഞ്ചായത്ത് മെമ്പർ സിന്ധു ഉദയൻ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. എനിക്ക് എല്ലാവരും പേരറിയത്തില്ല. ഈ സമുദ്രതീരം കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. ടീച്ചർ എൻ്റെ വാർഡിലെ ഒരംഗമാണ്. ടീച്ചർ ഇന്ന് നമുക്ക് ഇവിടെ ഈ 90-ാം പിറന്നാൾ ആഘോഷിക്കുന്നത് തന്നെ നമ്മുടെ ഈ സമുദ്രതീരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. വളരെ സന്തോഷമുണ്ട്. ടീച്ചർക്കും അതുപോലെ തന്നെ നല്ല സന്തോഷമാണ്. എനിക്ക് ടീച്ചറെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ടീച്ചറെ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ടീച്ചർ വളരെ വിഷമത്തിലും മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ടീച്ചറെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. നമ്മൾ ടീച്ചറെ പോയി കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി. നമ്മളൊരു അനാഥാലയത്തിലോട്ടൊന്നും കൊണ്ടുപോകാതെ ഈ കൂട്ടുകുടുംബത്തിൽ കൊണ്ടുവന്ന് ടീച്ചർ വളരെ സന്തോഷത്തിലും നല്ല ആരോഗ്യവതിയായും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ സന്തോഷമുണ്ട്. അതിന് നല്ല മനസ്സ് കാണിക്കുന്ന നമ്മുടെ റൂബൽ സിംഗിനും കുടുംബത്തിനും അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഓരോ സ്റ്റാഫുകൾക്കും മറ്റ് സഹായത്തിന് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പാവങ്ങളും നേരുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ ഈ കൂട്ടുകുടുംബത്തിൽ നമുക്കറിയാം, വയോജനങ്ങളായിരുന്നാലും ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളാണുള്ളത്. നമുക്ക് എന്ത് കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാനും എന്തുണ്ടെങ്കിലും അത് മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. സന്തോഷമുള്ളതായാലും ദുഃഖങ്ങളുള്ള കാര്യങ്ങളായാലും മനസ്സ് തുറന്ന് സംസാരിച്ച് മുമ്പോട്ട് പോകണം. നല്ല ആരോഗ്യത്തോടു കൂടി എല്ലാവരും കഴിയണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു. അതുപോലെ എൻ്റെ ടീച്ചർക്കും ഇന്ന് പിറന്നാൾ ആഘോഷത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിലും വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ പിള്ള ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സമുദ്രതീരം ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ സംസാരിച്ചു. ആ അമ്മയുടെ അവധിയാണ് നമ്മളിന്ന് വളരെ വിശാലമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിടയ്ക്ക് ഞാൻ ആദ്യം പറയണമെന്ന് ഉദ്ദേശിച്ചത് മധുസാറിന് ഒരു നന്ദി പറയണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ആ കവിതയിലൂടെ എനിക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട എൻ്റെ പെറ്റമ്മയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ മുക്കൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ധന്വന്തരം കുഴമ്പും വിലാകുളസാദി എണ്ണയും ആ മണങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതിന് അമ്മയെ മറന്നു എന്നർത്ഥമൊന്നുമില്ല. അമ്മയും അച്ഛൻ ഒരുപക്ഷെ സിനിമയിലൂടെ ഒരു കവി പാടുന്നത് വരെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അമ്മയെ അപേക്ഷിച്ച് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം. അമ്മയോടുള്ള ഇഷ്ടക്കുറവല്ല, ഇതിനകത്തിരിക്കുന്ന വേദിയിലിരിക്കുന്ന അമ്മമാരും എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഈ അമ്മമാര് ഒരു 80 മാസക്കാലം അതിഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ സഹിക്കുന്നുണ്ട്. ശരിയാ, ലോകത്തിലെ മറ്റേത് വേദനയെക്കാളും ഗൗരവമേറിയതാണ് പ്രസവവേദന എന്ന് പറഞ്ഞു കേട്ട് അറിയാം. പക്ഷേ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഈ അമ്മമാര് ഈ വേദന അനുഭവിക്കുന്ന സമയത്ത് അമ്മയുടെ ഈ വേദന എന്താണ് എന്ന് പോലും അറിയാതെ വളരെ വിഷമത്തോടെ ഈ വേദനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട്, അച്ഛൻ. അമ്മയ്ക്ക് വേദന കൂടുമ്പോഴത്തേക്ക് 2 കരച്ചിലൊക്കെ അറിയാം. സമുദ്രതീരത്തിലെ നിത്യ സന്ദർശക കൂടിയായ ഗീത ടീച്ചറും പിറന്നാളുകാരിക്ക് ആശംസകൾ അർപ്പിച്ചു. ഒരു ടീച്ചറാണ്. ആദ്യത്തെ ടീച്ചർ അമ്മയാണല്ലോ, അല്ലേ?
ആദ്യത്തെ അധ്യാപിക, നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അധ്യാപിക അമ്മ തന്നെയാണ്. ആ അമ്മ ഒരു ടീച്ചർ കൂടി ആയാൽ പിന്നീട് ഭാവിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും മഹത്തരമായ പ്രൊഫഷൻ അധ്യാപനം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചിട്ട് മറ്റ് ജോലികളൊന്നും മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യനായി പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ടീച്ചർ ഇല്ലായിരുന്നു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ടീച്ചറാണ് അതിലുപരി. എവിടെന്നെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം ഒട്ടും കിട്ടാത്തവരാണെങ്കിൽ പോലും ഒരു ടീച്ചറിൻ്റെ സാമീപ്യം, സഹായം, അവരുടെ ഉപദേശം തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ടീച്ചർ. അപ്പോൾ എന്നെ തന്നെ പലരും ചേച്ചിയെന്ന് വിളിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അവരോട് പറയും എന്നെ ടീച്ചറെന്ന് വിളിച്ചാൽ മതി. ഞാനിപ്പോൾ പല നമ്മൾ അമ്പലത്തിലൊക്കെ പാടാൻ പോകുമ്പോൾ പേര് ചോദിക്കും. ഞാൻ ഗീത ടീച്ചർ എന്നാണ് പറയുന്നത്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു പദവിയും കൂടി നമ്മുടെ ഈ അമ്മയ്ക്കുണ്ട്. ഒരു നല്ല അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തു. ടീച്ചർ നല്ലതായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. നല്ല സുന്ദരിയാണ്. നമുക്ക് എല്ലാവർക്കും ടീച്ചറിനെ വീണ്ടും വീണ്ടും ടീച്ചറിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരുപാട് വർഷം ടീച്ചർ ജീവിച്ചിരിക്കട്ടെ, സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. ഓക്കെ, സന്തോഷം. ഗായികയും സംഗീത അധ്യാപികയുമായ പ്രണവം ഷീലാമധു സംസാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ടീച്ചർ വീണ്ടും നല്ല ആരോഗ്യവതിയും സന്തോഷവതിയും ഇരിക്കട്ടെ. ജഗദീശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജന്മദിനം ഇവിടെ സമുചിതമായി ആഘോഷിക്കും എന്ന് ഒരു വാർത്ത കൂടി ഇപ്പോൾ കേട്ടു. അതും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത. സമുദ്രതീരം എന്തുകൊണ്ടും അന്വർത്ഥമായ ഒരു പദം. അനന്തതയാണ്. സ്നേഹത്തിൻ്റെ ആഴപ്പരപ്പുകൾ കൂടി നമുക്ക് ഇനിയും ഇനിയും സഞ്ചരിക്കാം. ഏറെ ദൂരം നമ്മളെല്ലാം ഒത്തൊരുമിച്ച് എന്നും ഒരു സ്നേഹക്കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം. അതിന് നമ്മുടെ ജഗദീശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും പേരെ തന്നോട് ചേർത്ത് പിടിച്ച് ഇത്രയും സ്നേഹം കൊടുത്ത് സംരക്ഷിക്കുന്ന ഇതിൻ്റെ അമരക്കാരനായ പ്രിയ റൂൽ സിംഗ്,
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ്, പ്രിയ പത്നി, മക്കൾ, ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങളും, അതിനൊപ്പം നിൽക്കുന്ന എല്ലാവരും, അതുപോലെ ഇവിടെ പേരെടുത്ത് ശ്രീകണ്ഠൻ സാറ്, ശ്രീകുമാർ സാറ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ടായി ഇന്ന് അനിൽ മണമ്പൂരിനെ കണ്ടപ്പോൾ, പാട്ട് കേട്ടപ്പോൾ. അതും ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം തരുന്നു നമുക്കെല്ലാം ഇനിയും സ്നേഹത്തോടെ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയോടെ ഒരു കവിത നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് നോക്കാം. വേണോ? കവിത വേണോ? അച്ഛന്മാർക്ക് വേണോ? അമ്മമാർക്കോ? ഇവൾ എന്നാണ് കവിതയുടെ പേര്. ഇവളാദിമന്ത്രം, ഇവളേകമന്ത്രം, ഇവളാത്മചൈതന്യ ഗംഗാപ്രവാഹം, ഇവളെ പ്രഭാതം പ്രദോഷവും പ്രാക്തനാഗീതത്തിലൊഴുകും വിശുദ്ധ സംഗീതം, ഇവളെ ത്രിമൂർത്തപ്രഭാവം. ഇവളമ്മ മാർക്കടഞ്ഞ മൃദേകി ജീവൻ്റെ ഒളി വീശി നിറയും നിലാവ്, ഇവൾ സർവസംഹാര സർവം സഹയ്ക്കുള്ളിലെരിയും നിദഗ്നിശൈലങ്ങൾ, ഇവളാർദ്രചിത്തം ചുരത്തുന്നു സ്നേഹത്തിനുറവയായൊഴുകുന്ന ദൗത്യം, ഇവളാത്മദുഃഖം വിഴുങ്ങിച്ചിരിക്കുന്ന തീ വിഴുങ്ങി പക്ഷിജന്മം, ഇവളഗ്നി യാഗാഗ്നി തെളിയുവാൻ അരണിയായി തിരിയുന്ന കർത്തവ്യകാണ്ഡം, ഇവളല്ലോ സൃഷ്ടിയും സംഹാരവും തീർത്ത് സഹശയനതാളം രചിപ്പോൾ, ഇവൾ ശക്തിമന്ത്രം തുടിക്കുന്ന ജീവൻ്റെ ആ പ്രണവമന്ത്രം, 51 അക്ഷരങ്ങളാൽ എഴുതുവാനാകാത്തതാം മഹാകാവ്യം, ഇവൾ കവിത കവിയുന്ന നോവിൻ തലപ്പുകൾ മെല്ലെ തലോടുന്ന ദുഃഖം, ഇവളല്ലോ രാഗവും താളവും നിറമേഴുമണിയുന്നോരഴകിൻ സുഗന്ധം, ഇവൾ ദുഷ്ടനിഗ്രഹം കുലധർമ്മമാക്കുമ്പോൾ എരിയുന്ന നിഗമപ്രഭാവം, ഇവൾ ചൊല്ലിയാടുമ്പോൾ അറിവിൻ്റെ അരുവികൾ വളരും നിതാഴിയായി ധന്യം, ഇവൾ കാകജന്മം വിഴുപ്പിൻ്റെ കണികകൾ കൊത്തിപ്പെറുക്കുന്ന ജന്മം, ഇവളല്ലോ വേനലും വർഷവും മരവിച്ച ശിശിരവും വസന്തരാവും, ഇവൾ തന്നെ അഗ്നിയും പ്രളയവും വിതറുന്ന സർവാർത്ഥസാധ്യയാം ശില്പം, ഇവൾ തന്നെ ശിലയും ശിലാശില്പവും ശാപമോക്ഷവും തിരയുന്ന ഭാവം, ഇവൾ പുണ്യപാപങ്ങളുള്ളിൽ ചുമക്കുന്ന നിസ്സംഗ നിഷ്കമകർമ്മം, ഇവൾ കെട്ടിയൊഴിയും വിരുദ്ധ വേഷങ്ങളിൽ നിറയുന്നതാത്മവിശ്വാസം, ഇവൾ തൊട്ടു നിൽക്കുന്ന കുങ്കുമത്തുടുവർണ്ണം അതിലെത്ര മുറിവിൻ്റെ നീറ്റം, പടരുന്ന രക്തച്ഛവികളിലുള്ള
രക്തച്ചവികളിലുള്ളിൽ ഒരു നാളും അണയാത്തൊരലിവിൻ്റെ വർണ്ണം. ഇവൾ പെയ്തു തീരാത്ത മേഘം, മിഴിക്കുള്ളിലമരുന്ന നോവിൻ കയങ്ങൾ. ഇവൾ പ്രണയവർഷം ചമയ്ക്കുന്നു, ഹൃദയത്തിലൊരു കനൽ പേറുന്നു മൂകം. ഇവൾ വാഗ്മീ പറയാതെ പറയുന്ന പൊരുളിൻ്റെ അകമേ തുടിക്കുന്ന സത്യം. ഇവൾ സത്യധർമ്മം. പ്രചണ്ഡമാം ശക്തി തന്നൊടുവിൽ തിളങ്ങുന്ന സൗഖ്യം. ഇവൾ സ്വത്തഹത്യയ്ക്കു ചിത കൂട്ടി ഇഴചേർത്ത നൂലിൽ കുരുങ്ങുന്ന മൗഢ്യം. ഇവൾ സൗമ്യ, ചടുലമാമന്തർഗതങ്ങളെ പുണരുന്ന ശാന്തി താഴ്വാരം. ഇവൾ ഹരിത, ഉള്ളിൽ കരിഞ്ഞ വള്ളിക്കുടിൽ കണി കണ്ടു പിടയുന്ന ജാഠ്യം. ജീവിതക്കോലായിൽ ആത്മദുഃഖങ്ങളെ താരാട്ടുപാടും പ്രഭാവം. നീരറ്റു വേരറ്റു പതിയും മരങ്ങൾക്കു നീരേകി വരളും തടാകം. എരുതിയിലിവളെ കിടത്തുന്നുടൽ വെന്തു പിടയുന്നിവൾ രക്തസാക്ഷി. നിറയും കബന്ധങ്ങൾ മെല്ലെത്തലോടി നിന്നുരുകുന്ന മെഴുതിരിക്കോലം. ഒരു സാന്ത്വനത്തിൻ കുളിർത്തെന്നലും തേടി അലയുന്ന പുണ്യപ്രതീകം. ഒരു സാന്ത്വനത്തിൻ കുളിർത്തെന്നലും തേടി അലയുന്ന പുണ്യപ്രതീകം. തുടർന്ന് തനിക്കു നൽകിയ സ്നേഹത്തിന് പത്മിനി പൈ ടീച്ചർ നന്ദി അറിയിച്ചു. ഞാൻ ഈ സമുദ്രതീരത്ത് വന്നിട്ട് 2 വർഷത്തിൽ ചില്ലുവാനം ആയിരിക്കുന്നു. എത്രയും സ്നേഹത്തോടു കൂടിയാണ് ഇവിടെ ഓരോരുത്തരും എന്നെ കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഉള്ള സാഹസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു എന്നുള്ളതും ഞാൻ അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ വ്യക്തിയും സ്നേഹത്തോടു കൂടിയാണ് അന്യോന്യം പെരുമാറുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ നടത്തിപ്പിന് ഇതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ സഹിതം ഇതിൽ സഹകരിക്കുന്നു, ജോലികൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും എന്നെ സ്നേഹമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടുത്തെ ജീവിതം വളരെ സന്തോഷപ്രദമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നതും ഇല്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. എല്ലാവർക്കും നന്മ വരട്ടെ, ഈ സ്ഥാപനം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സർവേശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. എന്തോ എൻ്റെ ഓർമ്മയിൽ പറയണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, എല്ലാം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന്
എൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും എന്നെ നോക്കുന്നത്. എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ തന്നെ അതിന് പ്രതിവിധി ചെയ്യുവാനും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും എല്ലാത്തിനും വളരെ സന്തോഷത്തോടു കൂടി അവരുടെ സമയം മെനക്കെടുത്തി ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ കൃതജ്ഞതയുണ്ട്. എത്രത്തോളം കൃതജ്ഞത നിർഭരമാണ് അതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. കൃതജ്ഞത കൊണ്ടൊന്നും അത് തീരുന്നതുമല്ല. നന്ദി നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് 2 വാക്ക് പറഞ്ഞതുകൊണ്ടൊന്നും അതിന് കടപ്പാട് തീരത്തില്ല. ഗവൺമെൻറ് സ്കൂളിൽ ചവറ സ്കൂളിലാണ്, വർഷം മറന്നുപോയി, ചവറ സ്കൂളിൽ നിന്ന് ഭൂതക്കുളത്ത് സ്കൂളിൽ നിന്ന് ചാത്തന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി ഒരു 10-22 കൊല്ലം 23 വർഷത്തോളം അവിടെ ഇരുന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് പ്രമോഷനായി കോഴിക്കോട് പോകുന്നത്. കോഴിക്കോട് പയ്യോളിക്ക് സമീപമുള്ള ആവള എന്നൊരു സ്ഥലമുണ്ട്. ഒരു പ്രസിദ്ധമായ സ്ഥലമാണെന്ന് പറയുന്നു, എനിക്കതറിയാൻ വയ്യ. ആ വള എറിഞ്ഞ സ്ഥലമാണ് എന്നെല്ലാം അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ആവളയിൽ നിന്ന് പിന്നെ വന്നത് വാഴക്കുളത്തുള്ള എഴിപ്രം എന്നൊരു സ്കൂളിലേക്കാണ്. എഴിപ്രത്തുനിന്ന് പ്രമോഷനായാണ് ചിറക്കര സ്കൂളിലേക്ക് വന്ന് അവസാനം 2 കൊല്ലം 88 മുതൽ 90 വരെ അവിടെ ഇരുന്നാണ് റിട്ടയർ ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഞാൻ കഴിച്ചു കൂട്ടിയത് ഞാൻ പഠിച്ച് വളർന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ ചാത്തന്നൂരിലാണ് ഞാൻ പഠിച്ചതും ജോലി നോക്കിയതും. വളരെയേറെ സന്തോഷം എനിക്ക്. ബാക്കിയുള്ള സ്കൂളുകൾ സന്തോഷം തന്നില്ലെന്നല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു വീട്ടിൽ പോകുന്നത് പോലെ ഒരു ഫ്രീ ആയിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ചിറക്കര സ്കൂളിൽ വന്നപ്പോഴും എനിക്ക് അനുഭവം കഴിഞ്ഞുള്ളത്, ഞാൻ പഠിപ്പിച്ച കുട്ടികളും അവിടെ ടീച്ചർമാരുമായിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട്. അവരും വളരെ ശ്രദ്ധാലുക്കളാണ്, സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ ആദരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെയും വളരെ ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് അവിടെ നിന്ന് വീട്ടിൽ അങ്ങനെ കഴിയുമ്പോഴാണ് ഇവിടെ വരാനിടയായത്. ഇവിടെ വന്ന് എല്ലാവരെയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇത്രയേറെ സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിഞ്ഞുകൂടുന്ന ഒരു വൃദ്ധ മന്ദിരം വേറെ കാണത്തില്ല എന്നാണ്. പലതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ടില്ല. എങ്കിലും പലരുടെയും അനുഭവം പറഞ്ഞു കേട്ടതിൽ വച്ച് ഇത്രയും വൃത്തിയായും വളരെ സന്തോഷകരമായും ആളുകളെ നോക്കി പരിചരിക്കുന്ന ഒരു കൂട്ടുകുടുംബം ഇല്ല. ഈ കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ എന്നും എനിക്ക് ആഗ്രഹമാണ്. ഇവർ നിർത്തുമെങ്കിൽ എന്നും ഇവിടെ നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാനും യാഗന്തു തുഷാരഹാരധവളായ ശുഭ്രവസ്രാവൃത യാ വീണാഭരണ കണ്ടാത്മകമതൻ യാ വീണാമൃത കണ്ട മറന്നുപോയി. വീണ മൃദുവാണ് എപ്പോഴും പറയുന്നതാണ്. 51 അക്ഷരാളി
കലിതനുലതേ വേദമാകുന്ന ശാഖിക്കുമ്പത്തൻപോട് പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ അമ്പൽത്താർ ബാണതെന്ന പ്രഥമന സുബോധോവാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ തപ കഴലിന വലയാധീശ്വരി വിശ്വനാഥേ. മതിയാ യാകുന്നതെന്ത് തുഷാരഹാരധവളായ ശുഭ്രവസ്രാവൃത യാ വീണാമൃതപാണകണ്യം ഹുതഗണാതിസേവിതം കവിദ്വജംബുഫലസാരഭക്ഷിതം ഉമാസുഖം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശാന്താകാരം ഭുജവസേനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ധ്യേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസനം നഭകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരുടസീതാമുഖകമലമിളം ലോചനം നിരതാഭം നാനാലങ്കാരദീപ്തം ദധിതം ഊട്ടുതലാമംഗളം രാമചന്ദ്രം ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്വിതീം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം രതിശങ്കതുഷാരാഭം ക്ഷീരോദാർണവസംഭവം നമാമി ശശിനം സോമം ശംഭൂർമകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്വത് കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗലം പ്രണമാമ്യഹം. ബാബുജൻ ഉച്ചയ്ക്ക് പിറന്നാളുകാരിക്ക് ഇലയിട്ട് സദ്യ നൽകി. സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കൊപ്പം എല്ലാവരും പിറന്നാൾ സദ്യയും കഴിച്ചാണ് മടങ്ങിയത്.